കൈ കഴുകാൻ പോണോടത്ത് നിന്ന് എത്തിയിട്ട് കൈ കഴുകി കഴിഞ്ഞാണ്ടാവും ജിലേബി. ആ ജിലേബി ഏത് ഷുഗർ ഉണ്ടെങ്കിലും ഒന്ന് എടുത്ത് തിന്നും. അങ്ങനെ പാക്ക് തിന്നും, കാവ കുടിക്കും ഒക്കെ അവിടുന്ന് തീരുമാനാക്കി മേപ്പെട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഉണ്ടാവും വായക്കൊല ഉണ്ടാവും. ആ വായക്കൊലം വന്ന് അവസാനമായിട്ട് ഒരു 2 കായ് ഇരിഞ്ഞിട്ട് അതും കയറ്റും. പിന്നെ ശ്വാസമില്ല. പിന്നെ കല്യാണത്തിൽ കഴിഞ്ഞോ സൽക്കാരത്തിൽ കഴിഞ്ഞോ എന്നൊന്നും പിന്നെ വലിയ ബോധമില്ല. നമുക്ക് വീട്ടിലെത്തിയാൽ ഒരു 10 മിനിറ്റ് കിടക്കണം എന്നുള്ള രീതിയിലായി. പട്ടിണിയുടെ പരിവട്ടത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ നിന്ന് വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറിയപ്പോൾ ഈ കട്ടിലിൽ ആളുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. നിങ്ങളെ കുന്നമ്പുറത്ത് നിന്ന് പോലും പ്രിയപ്പെട്ടവരെ എത്ര പേര് അപേക്ഷകരാണ് കൊണ്ടോട്ടിയിൽ മാത്രം വന്ന് കാത്തു കെട്ടി കിടക്കുന്നത്. 17 വയസ്സുള്ള കുഞ്ഞുമോനുണ്ട് ഈ കട്ടിലിൽ. പുളിക്കൽ പഞ്ചായത്തിലെ 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരിയുണ്ട്. 32 വയസ്സുള്ള 5 പേരുണ്ട് പ്രിയപ്പെട്ടവരെ, ചെറുപ്പക്കാരായ 32 പേർ. 40 വയസ്സുള്ള പ്രമോദും 41 വയസ്സുള്ള പള്ളിക്കൽ പഞ്ചായത്തിലെ പരമേശ്വരനും കക്ഷിയും ജാതിയും ഒന്നുമില്ലാത്ത 246 പേർ ഈ കട്ടിലിനുണ്ട്. പ്രായം പ്രശ്നമേ അല്ല. നമ്മളെ മക്കളോട് നിങ്ങൾ പറയണം, ഈ രീതിയിലെ ഭക്ഷണ രീതികളുമായി നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ ഇവിടെ എത്തും. കുത്തുപാളയെടുക്കും. നമ്മളെ കുടുംബത്തിൽ ഒരു രോഗി എങ്ങാനും പെട്ടുപോയാൽ ആ കുടുംബമാകെ കുത്തുപാളയെടുക്കും. കാരണം മരണം വരെ ഡയാലിസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇതിപ്പോഴെ ചെയ്യണ സൗജന്യമായതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്ന ആ രോഗികൾ. പുറത്ത് പൈസ കൊടുക്കണ സ്ഥിതി ദയനീയമാണ്, അതിദയനീയമാണ്. ആ രോഗം നമുക്ക് വരരുത്. ആ കട്ടിലിൽ നമ്മളാരും ഉണ്ടാവരുത്. ഇപ്പം നിങ്ങൾ പോയിട്ട് പറയാൻ ഇന്നിപ്പോൾ ഭക്ഷണത്തെക്കുറിച്ചൊക്കെ ലിമിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് ക്ലാസ്സൊക്കെ കേട്ട് നിങ്ങളെ മക്കളോട് നിങ്ങൾ പോയിട്ട് പറയാണ് എന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ ഒറ്റ മറുപടി അവൻ പറയും, ഒറ്റടിക്ക് തിന്നിട്ട് മരിക്കുകയാണെങ്കിൽ അണ്ട് മരിച്ചോട്ടെ അറിയും. നല്ല പറയലേ, തിന്നിട്ട് മരിക്കുകയാണെങ്കിൽ അണ്ട് മരിച്ചോട്ടെ അറിയും. പുക വലിക്കുന്ന ആളുകൾ ഈ സദസ്സിലുണ്ടെങ്കിൽ കേൾക്കണം, ഇന്നത്തോടുകൂടി ഈ ക്യാമ്പോടുകൂടി പുകവലി അവസാനിപ്പിക്കണം. ഓലും പറയും എന്താ അറിയോ, ഇത് അങ്ങനെയാണ് മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ. മരിക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. കുറച്ച് ഷുഗറും അത്യാവശ്യം പുകവലിക്കണ അനിയന്ത്രിതമായി ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ഇവിടെ ഹോസ്പിറ്റലിൽ ഡോക്ടർമാർക്കറിയാം കാലിൻ്റെ അടിയിൽ ഒരു കറുത്ത പുള്ളി ഒരു തലച്ചോറ് പോലും വേദനയാവും. അങ്ങനെ രോഗമൊക്കെ തുടങ്ങലേ. അങ്ങനെ ഡോക്ടർ അടുത്ത് പോകും. ഡോക്ടർ പറയും ഇതൊന്ന് തുരന്നെടുക്കണം എന്നറിയാം ആദ്യം. അങ്ങനെ മെല്ലെ ഒന്ന് തുരന്നെടുക്കും. ഷുഗറുള്ള ആളായതുകൊണ്ട് എല്ലിലേക്ക് കയറുകയാണ്. അവസാനം കുറച്ച് കഴിയുമ്പോൾ മക്കളാരെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടി വരാൻ പറയും. അവസാനം ഒരു കൂട്ടി വരുമ്പോൾ ഇത് ഈ വിരലൊന്ന് കട്ട് ചെയ്യണമാണ്. പിന്നത്തെ പോക്കിന് കിണപ്പായി, പിന്നെ മുട്ടായി, പിന്നെ തുട മുറിച്ചൊറ്റ കിടത്ത. തിന്നിട്ട് മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ എന്ന് പറഞ്ഞ ആളാണ് ആ കിടക്കണത്. അങ്ങനെ കുറേ കാലം കുടുംബങ്ങൾ, ഭാര്യയും മക്കളൊക്കെ ഡ്രസ്സ് മാറ്റി കൊടുത്ത് മരുന്നെടുത്ത് കൊടുത്ത് കുളിപ്പിച്ച് കിടത്തി കുറേ കാലം പോലും നോക്കും. അവസാനം അടുക്കളയ്ക്ക് വിളിക്കും ഭാര്യനെ, എവിടെ ജി നോക്കും. ഭാര്യ പറയും അവിടെ കിടന്നോളി മനുഷ്യ, ഞാൻ വരാം, എനിക്ക് കുറച്ച് പണി ഇവിടെ ഉണ്ട് എന്ന് പറയും. ആളുകൾ വിളി കേട്ട് മടുത്തു തുടങ്ങിയിരിക്കുന്നു. നമ്മളെ ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കൊക്കെ. കുറേ കഴിയുമ്പോൾ 4 ചുമരുകൾക്കുള്ളിൽ നിന്ന് കിടക്കുന്ന ആ കട്ടിലിന്റെ തലയണയിൽ നിന്ന് തലപൊക്കി ജനൽപ്പാളികൾക്കുള്ളിലൂടെ പുറത്തേക്ക് ഇങ്ങനെ നോക്കും. കുറേ കഴിയുമ്പോൾ പാലിയേറ്റീവിന്റെ വണ്ടി വരുന്നുണ്ടോന്ന്. ആ ദൂരത്തുനിന്ന് പാലിയേറ്റീവിന്റെ വണ്ടി കാണുമ്പോൾ മനസ്സിന് വല്ലാത്ത സമാധാനം. ഓല് വന്നിട്ട് വേണം താടിയൊന്ന് ഷേവ് ചെയ്ത് തരാൻ. ഓല് വന്നിട്ട് വേണം മൂത്രത്തിന്റെ ഈ സഞ്ചിയും അതുപോലെ പൈപ്പൊക്കെ മാറ്റിത്തരാൻ. ഓല് വന്നിട്ട് വേണം ഒന്ന് കുളിപ്പിച്ച് കടത്തി നമുക്ക് മരുന്നൊക്കെ എടുത്ത് തരാൻ. കുറേ കാലം പാലിയേറ്റീവുകാരും നമ്മൾ നോക്കും. കുറേ കാലം അവസാനം കുറേ കഴിയുമ്പോൾ ചോരയിൽ പിറന്ന മക്കൾ പോലും പറയാൻ ഇതൊന്ന് കണ്ണ് കഴിഞ്ഞ് കിട്ടിയാൽ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കഴിഞ്ഞെന്ന് ലാസ്റ്റ് പറയുന്ന ഒരു സമയമുണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളാരും എത്താതിരിക്കാനാണ് ഇത്തരത്തിലുള്ള ആരോഗ്യ ക്യാമ്പുകൾ. വേണമെങ്കിൽ കുന്നുപുറത്തെ സൗഹൃദ വേദിക്ക് വേറെ എന്തൊക്കെയോ പരിപാടി ഉണ്ട്. ഓണാണ്, ആഘോഷങ്ങളാവാം, കമ്പവലികാവാം, ചട്ടിപ്പൊട്ടിക്കലാവാം, എന്തെങ്കിലുമൊക്കെ പരിപാടി. അവർക്ക് യാത്രകൾ പോകാം പണം ചെലവഴിച്ച്. പക്ഷെ അവരാലോചിച്ചത് ഈ ഓണത്തിന്റെ സന്തോഷ നിമിഷത്തിൽ ഈ നാട്ടിലെ ആളുകളെ വിളിച്ചുകൂട്ടി എന്തെങ്കിലും ഒരു ഉപകാരപ്രദമായ സംഗതികൾ നടക്കട്ടെ എന്നാണ് 300 ക്യാമ്പുകൾ നടത്തി. കേരളത്തിന്റെ തെരുവുകളിൽ ഈ വാഹനവുമായി കടന്നുപോയിട്ട് 300ഓളം ക്യാമ്പുകൾ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെപ്പോലെ വന്നിരുന്നവർ, ഈ രോഗത്തിന്റെ ഒരു ലക്ഷണം പോലും ഉണ്ടെന്നറിയാത്ത 1000 ചില്ലാനം ആളുകൾ പരിശോധനക്ക് വിധേയമായി റിസൾട്ട് വന്നപ്പോ 800 പേർ അതിസങ്കീർണമായവർ 1000 ചില്ലാനം രോഗികളെ കണ്ടെത്തി. അവരെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ് ഈ ക്യാമ്പ് കൊണ്ടുണ്ടായ വലിയ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത്. ഇത് കർണാടകയിൽ പോയി 10 ദിവസം ഈ വാഹനവുമായി ബംഗളൂരുവിലെ കർണാടകയിലെ വിവിധ സ്ഥലങ്ങളിൽ പോയി. ഒരു രോഗിയെ പോലും, കേൾക്കണം നിങ്ങൾ, ഒരു രോഗിയെ പോലും ഇതിന്റെ തുടക്കക്കാരായ ഒരാളെ പോലും നമുക്ക് കർണാടകയിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചില്ല. കേരളത്തിൽ 300 ക്യാമ്പ് നടത്തിയിട്ട് 1-2 ക്യാമ്പുകളിൽ നിന്നല്ലാതെ
ഒരു ക്യാമ്പിൽ പോലും 5-6 ആളുകളില്ലാത്ത ഒരു ക്യാമ്പിനെ പോലും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. 20 ആളുകളുള്ള ചെട്ടിപ്പടിയിലെ ക്യാമ്പൊക്കെ ഞങ്ങൾ ഞെട്ടിപ്പോയ ക്യാമ്പുകളാണ്. 21 പേർ ഇതുപോലെ വന്നിരുന്ന ആളുകൾ വല്ലാതെ പ്രയാസപ്പെട്ടു. പക്ഷെ അവരെ നേരത്തെ കണ്ടെത്താൻ സാധിച്ചത് കൊണ്ട് അവരെ നമുക്ക് ജീവിതത്തിലേക്ക് വഴി നടത്താൻ, ഈ കട്ടിലിലേക്ക് അവരെ പറഞ്ഞേക്കാതെ അവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചു. ഇപ്പൊ ഒരു കിഡ്നി നിങ്ങളത് പോയി നിൽക്കാം, നിങ്ങളറിയില്ല. ഈ രോഗത്തിന്റെ ഒരു പ്രശ്നമാണ് പറയണേ. നിങ്ങൾ കിഡ്നി പോയാൽ നിങ്ങൾ അറിയില്ല. രണ്ടാമത്തെ കിഡ്നി ഓട്ടോമാറ്റിക് അതിന്റെ പ്രവർത്തനം ഏറ്റെടുക്കുകയാണ്. ആ കിഡ്നിയും 70% പണി മുടക്കുമ്പോഴാണ് കണ്ണിനതായ നീരും തലകറക്കവും ഛർദിയും ലക്ഷണങ്ങൾ കാട്ടി തുടങ്ങുക. അപ്പോൾ ഡോക്ടർ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ ആൽബമിനും ക്രിയാറ്റിനൊക്കെ ഒന്ന് പരിശോധിക്കാൻ പറയും. പരിശോധിച്ച് കഴിയുമ്പോൾ ഡോക്ടർ പറയും, നിങ്ങളൊരു കട്ടിൽ കിട്ടുമോ നോക്കിക്കോളി. കാരണം അവസാന നിമിഷത്തിലാണ് എന്ത് ചെയ്യുള്ളൂ, ഈ രോഗം നമ്മളെ അറിയുള്ളൂ. അപ്പോഴത്തേക്ക് കട്ടിൽ തരാം. പക്ഷെ ഈ ക്യാമ്പിൽ വെച്ച് നിങ്ങളിങ്ങനെ ടെസ്റ്റിന് വിധേയമാകുമ്പോൾ എന്തെങ്കിലും ലക്ഷണമുണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. അങ്ങനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ച് നടക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ ക്യാമ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ പറയുന്ന ആളുകളൊന്ന് ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ലാബിലൊക്കെ ഒന്ന് പോവണേ. ഖദീജ PC 67 വയസ്സ്. അവിടെ ലാബ് ഉണ്ട് കേട്ടോ. ദാമോദരൻ K പറപ്പൂൽ, അസൈൻ ഈ എടിമ്പട്ടിൽ ഹൗസ്, മൈമൂനത്ത് പാലമടത്തിൽ, കോയ PC ചക്കാലം കൊന്നത്. പേടിക്കണ്ട കേട്ടോ, ഒന്ന് രക്തം ഒന്ന് നോക്കാനാ കേട്ടോ. നമ്മളിപ്പോ എവിടെ പറഞ്ഞു നിർത്തണോ? എവിടെ നമ്മള് പറഞ്ഞു വെച്ച് ഞങ്ങള് പറഞ്ഞേര്. നിങ്ങൾ ഇവിടെ ഉണ്ടോ? കട്ടില് വേണോ വേണ്ടെന്നുള്ള തീരുമാനം. ക്യാമ്പുകൾ, നമ്മൾ ഇത്തരത്തിലുള്ള ക്യാമ്പുകളാണ് നമ്മൾ എന്ത് ചെയ്യാ. ഇപ്പോൾ ഇവിടെ ചെറുപ്പക്കാരൊന്നുമില്ല, ഞങ്ങളെ മക്കളില്ല, ബന്ധപ്പെട്ടവരൊന്നും പോന്നിട്ടില്ല. ഓലെ വിളിച്ചവര് വരൂല. കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ട ഭക്ഷണമൊക്കെ മുട്ടുന്നുള്ളതാണ് ഓരോ ധാരണ. ഇത് കണ്ടെത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു തിരിച്ചുവരവ് നടക്കും. അതാണ് ഇതിലൊരു പ്രശ്നം.